ഹലോ, അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ പോവാണ്. സോ എക്സൈറ്റഡ്. അമോർ ബേബിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ഫുൾ കിടത്തിയായിരുന്നു. വീട്ടിൽ നിന്ന് തലേന്ന് എല്ലാം എനിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഹൗസിൽ അവന് ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കാതെ എൻ്റെ ലവ് ലാംഗ്വേജ് ആയതുകൊണ്ട് ഞാൻ ന്യൂട്രൽ ബ്രെഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതേപോലെ നടുക്ക് ഇതായിട്ട് കഴിക്കണ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളെപ്പോലെ വണ്ടി എൻ്റെ ഓടിക്കാനൊന്ന് കുറച്ചായപ്പോൾ പിന്നെ പാലക്കാട് വരെ ഞാൻ ഓടിച്ചു. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓടിക്കുന്നത് വീഡിയോ എടുത്തിരിക്കുകയായിരുന്നു. എൻ്റെ ഫുൾ എൻ്റെ വീഡിയോ ആയിരുന്നു. പിന്നെ പാലക്കാട് എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അവൻ്റെ ഇത് തന്നെ കൊടുത്തു. അങ്ങനെ കോയമ്പത്തൂർ എത്തി. എനിക്കാണെങ്കിൽ ഇപ്പോൾ കാണാന്നുള്ള ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ വേറെ ആൾക്കാരെ കാണാൻ ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് കാണിക്കുമ്പോൾ ഭയങ്കര ഫേമസ് ആണ്. ഞങ്ങൾ എത്തി ഗായ്സ്. അണിയാத வைரம் போல அந்த வானம் மினுங்கும் மேல ஒரு வெள்ளி கொலுசு போல இந்த பூமி சீன. അങ്ങനെ ഞാൻ ഓടി പോണത് ബേബീനെ കാണാനായിരുന്നു. കുറേ ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്നൊരു ഡേ ആയിരുന്നു. അങ്ങനെ നമ്മൾ പ്രോഗ്രാം ഒരുമിച്ച് ചെയ്തപ്പോൾ അറിഞ്ഞില്ല ഞങ്ങൾ തമ്മിൽ ഇത്രയും ഒരു ബോണ്ട് ഉണ്ടാവുമെന്ന്. ഇപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന 2 വ്യക്തികളാണ് ചേച്ചിയും ചേട്ടനും എൻ്റെ അമോർ ബേബിയും. എന്താ പറയുക, ഒരു വട്ടം കണ്ടപ്പം ഞങ്ങൾ വിചാരിച്ചില്ല ഞങ്ങൾ ഇത്രയും ഇതാവുമെന്ന്. എനിക്കാണെങ്കിൽ ഞങ്ങൾ രണ്ടിനെയും പോലെ തന്നെയാണ് അവർ തോന്നുന്നത്. അവർ അടിപൊളി കപ്പിൾസാണ്. ചേട്ടനും ചേച്ചിയും ഭയങ്കര സ്നേഹം, എൻ്റെ കോൺസെപ്റ്റിലുള്ളൊരു ലവാണ് അവർക്ക്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അവരെ. അങ്ങനെ ചേട്ടൻ്റെ അമ്മ അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അമോർ ബേബീൻ്റെ കൂടെയായിരുന്നു. കുറേ നേരം അവനെ കൊഞ്ചിച്ച് ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് നേരെ ഞങ്ങൾ ചേട്ടൻ്റെ സ്റ്റുഡിയോയിലോട്ട് പോയി. ബേബിക്ക് ഞങ്ങൾക്കൊരു ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ഞങ്ങളവിടെ സിനിമയൊക്കെ കണ്ടിരുന്ന് സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ച് വന്നത്. ക്യാമറയിൽ നോക്കിയാൽ சாப்பிட்றதுக்கு முன்னாடி சாப்பிட்றதுக்கு அப்புறம் எல்லாம் ஃபுல் டைம் வெறுப்பதை நீங்க சொல்லு புது வெள்ளம் புதுவாறு നീന്തി பார்ப்போமே. നേരെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ബാലൻസ് നെക്സ്റ്റ് വീഡിയോയിൽ എനിക്ക് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ചേച്ചി എനിക്ക് വാരി തരാണ്. സ്നേഹം നിങ്ങൾ കാണാതെ പോകരുത്.